ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബിയർ ഉണ്ടാക്കാനാണ്. ബിയർ അപ്പോൾ നമ്മളിന്ന് ബിയർ ഉണ്ടാക്കാൻ പോണത് എന്തിൻ്റെ കൊണ്ടാണെന്ന് അറിയണ്ടേ? അതെ ഗൈസ്, ഈ പൈനാപ്പിൾ കൊണ്ടാണ് നമ്മൾ ബിയർ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നാട്ടുകാർക്ക് ചുറ്റുമുള്ളതുകൊണ്ടാണ് നമ്മൾ മെല്ലെ പറയണത്, പക്ഷേ അതൊന്നും കാര്യമില്ല. സെറ്റപ്പ് സാധനം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബിയർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനിയും പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അവരൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ പോകാം. ഗൈസ്, അപ്പോൾ എല്ലാവരും റെഡിയല്ല ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് താഴെയായിട്ട് ഇരുന്ന് ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്ക് ഇവിടെ ഒന്ന് മുറിച്ച് കളയാം. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ നല്ല നീറ്റായിട്ടൊന്ന് കളയണം. ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പകുതിയിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ല ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ചു കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതുപോലെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ജ്യൂസറാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു ലെവലിൽ ഇതിലൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകണം. അപ്പം നമുക്കിത് മതിയാവും കേട്ടോ ഗൈസ്. ഏകദേശം ഇത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിലോട്ടിടാൻ ഈ സൈസിൽ 2 ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം. ഈ ഒരു സൈസിൽ അരിഞ്ഞാൽ മതി. നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതിനെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് എന്തായാലും നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിപൊളി ഒന്ന് അടിച്ചെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മിക്സിയിൽ നല്ല അടിപൊളി അടിച്ചെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ? നമുക്കിനി ഇതിനെ ഇതുപോലെ വലിയൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കറക്റ്റാണ് ഗൈസ്, നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഏകദേശം 200 ഗ്രാം പഞ്ചസാര വേണം നമുക്ക്. നമ്മൾ 200 ഗ്രാം പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഇത് ഈസ്റ്റാണ് ഗൈസ് എടുക്കുന്നത്. ഈസ്റ്റ് നമ്മൾ ഏകദേശം ഒരു സ്പൂൺ ഈസ്റ്റാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പൂണിൽ 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് കറക്റ്റാണ് ഗൈസ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കാം. ഗ്ലാസ്സിലോട്ട് നമുക്ക് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ച ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളൊരു ഫണൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിതിൽ നിറച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ടൈറ്റായിട്ടൊരു കോർക്ക് വെച്ച് അടച്ചിട്ട് 2 ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ. 2ാമത്തെ ദിവസം നമുക്ക് തുറന്നു നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ 2 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അനക്കാതെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഫസ്റ്റ് കോർക്കാണ് ഇട്ടുണ്ടായിരുന്നത്. കോർക്കിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ കോർക്കിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പത വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഗ്യാസ് സംഭവം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ സംഭവം പാടുന്നു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ബലൂൺ ഇട്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ. നമുക്ക് എന്തായാലും നോക്കാം. ഇത് കണ്ടില്ലേ ഗൈസ്, നമ്മൾ കോർക്ക് അഴിച്ചിട്ട് അതിനുള്ള ഒരു ബലൂൺ ഇട്ട് വെച്ചു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഫോം ചെയ്താലും അതിനുള്ളിലോട്ട് നിറഞ്ഞോളും. നമ്മൾ എന്തായാലും 2 ദിവസമല്ല വെക്കുന്നത്, പിന്നുള്ളിൽ നിറഞ്ഞോളും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ. ഇവിടെ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ശരിയാവില്ല. നമുക്ക് എന്തായാലും വീടിൻ്റെ പുറത്ത് പോയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ നമ്മുടെ ബലൂൺ നല്ല അടിപൊളിയായി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതിനെ അഴിച്ചിട്ട് ഇതിൽ കോർക്ക് ഇടണം. അപ്പോൾ നമ്മളിത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് ഇതിൽ ഹൈഡ്രോജൻ ഗ്യാസ് ആയിരിക്കും കൂടുതലും നിറയാൻ ചാൻസ് എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് പറക്കുന്നുള്ളത് നമുക്ക് നോക്കാം. എന്നാലും നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം കേട്ടോ ആദ്യം. അയ്യോ, ഫുള്ളായി പോയി. ഇതിപ്പോൾ തൽക്കാലം നമുക്കിത് വെച്ചൊന്ന് അടച്ചു വയ്ക്കാം. ഹൈഡ്രോജൻ ആണോ പറക്കുമെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. നമുക്കിതൊന്ന് കെട്ടി നോക്കാം.
ഹൈഡ്രജൻ ആണെങ്കിൽ പറക്കണം, പക്ഷെ ഹൈഡ്രജൻ അല്ല ഒന്നും പറക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ബിയർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത്ര ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നോക്കി കുടിക്കാം. ഗൈസ് കറക്റ്റ് ഒരു ബിയറിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ കറക്റ്റായിട്ട്. കുറച്ചുകൂടെ പഞ്ചസാര ഇടായിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങൾക്ക്, പക്ഷെ പഞ്ചസാര ഞങ്ങൾ കുറച്ചിട്ടത് തോന്നുന്നു. അതുകൊണ്ട് മധുരത്തിന് മാത്രം ഒരു കുറവുണ്ട്. പക്ഷേ ആ ഇഞ്ചിരിയും നമ്മുടെ പൈനാപ്പിൾ ഉണ്ടാക്കിയത് പൊളിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാനുള്ളത്, ഇത് പാമ്പായിട്ട് അടിച്ചവിടെയും ഇവിടെയും കിടക്കാമെന്നൊന്നും വിചാരിച്ച് കുടിക്കരുത്. അങ്ങനെ കുടിക്കാനുള്ളൊരു സാധനമല്ല. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഗ്യാതറിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ കഴിക്കാനുള്ള ഒരു സാധനം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊക്കെ കഴിക്കാം, സംഭവം അടിപൊളിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു, എല്ലാവരും ലൈക്ക് ചെയ്യുന്നു വിചാരിക്കുന്നു. മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കിട്ടില്ലെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.